ബഹുമാനപ്പെട്ട വിശുദ്ധ ശുനഹദോസ് എന്നോട് ക്ഷമിക്കണം. നമസ്കാരം, സ്വാഗതം, വെൽക്കം. ഒരു ആത്മാർത്ഥമായ ക്ഷമാപണം പൊതുവായി നടത്തുന്നതിനാണ് ഈ ഹ്രസ്വമായ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, അതിവിശുദ്ധ IOC ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് അതിൻ്റെ ശുനഹദോസ് ചേർന്ന് ആ സഭയുടെ പാരമ്പര്യത്തിൻ്റെയും ലൗകികമായ താല്പര്യത്തിൻ്റെയും നിയമപരമായ അഹങ്കാരത്തിൻ്റെയും അടിത്തറ തോണ്ടുവാൻ ശ്രമിച്ച അപ്രേം എന്ന് പറയുന്ന വലിയ വിചാരമൊന്നുമില്ലാത്ത, ശക്തിയില്ലാത്ത, മന്ദബുദ്ധിയായ ഒരു തിരുമേനി അയാളെ അബദ്ധത്തിൽ തിരുമേനിയാക്കിയതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ശുനഹദോസ് എടുത്ത കടുത്ത നടപടി അല്പം പിശകായിപ്പോയി എന്ന് ഈ ഉള്ളവൻ അഭിപ്രായപ്പെട്ട് 1-2 വീഡിയോകൾ ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കിട്ടിട്ടുള്ളതാണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് വേദശാസ്ത്ര പാണ്ഡിത്യത്തിൽ എന്നേക്കാൾ വളരെയധികം മുൻപോട്ട് പോയിട്ടുള്ള, സഭാ ചരിത്രത്തിലും സഭയുടെ ആകമാനമായ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചും സഭയുടെ ആന്തരികമായ ഉൾച്ചാലുകൾ എപ്രകാരമാണ് ഒഴുകുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ ബോധമുള്ള ഒരു IOC സഭ എരിവുകാരൻ എന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ട്, എടോ, തനിക്ക് തെറ്റിപ്പോയി, തനിക്ക് വിവരമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വയസ്സുകാലത്തിരുന്ന് ജൽപ്പിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കാര്യമായ അടിസ്ഥാനമില്ലാതെ അങ്ങനെ ആധികാരികമായി എന്നെ ശകാരിക്കുകയില്ല എന്നെനിക്കറിയാം. കാരണം ഓർത്തഡോക്സുകാർ പൊതുവെ വിവരമുള്ളവരാണ്. പ്രത്യേകിച്ച് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് കോട്ടം വരുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ശബ്ദം ആരെങ്കിലും എവിടെ നിന്നെങ്കിലും പുറപ്പെടുവിച്ചാൽ അവർക്കെതിരെ ത്രിശൂലമെടുക്കാൻ വളരെ ബുദ്ധിയുള്ളവരാണ്. അതിൻ്റെ ന്യായം, യുക്തി വളരെ സൂക്ഷ്മമായി, ഏറ്റവും കൃത്യമായി മനസ്സിലാക്കി, മനസ്സിൽ കുറിച്ചുകൊണ്ടാണ് അവർ ഈ പടയോട്ടത്തിന് ഒരുങ്ങുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ എളിമയോടെ ഞാൻ മാന്യ സുഹൃത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും പോഴത്തമായി പോയി, എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്. അതായത് യേശുവിൻ്റെ ആദർശങ്ങളനുസരിച്ച് വേണം സഭ പ്രവർത്തിക്കുവാനെന്ന് ഒരു മെത്രാൻ ദീർഘനാൾ വിളിച്ചു പറയണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടും ഭയന്ന് പലതവണയും അദ്ദേഹം ഇട്ടിരുന്ന ലോഹ നനഞ്ഞ് അങ്ങനെ ഇരിക്കവേ അവസാനം ഒട്ടും പൊറുതി മുട്ടാഞ്ഞ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യേശുവിനെ മറന്നു പോകരുത്. 1934 അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയേക്കാൾ യേശുവിൻ്റെ വാക്കുകളെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സഭ അതിനെ മാനിക്കുകയും അനുസരിക്കുകയും വിലമതിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ഈ ഒരു തിരുമേനിയെ തൊഴിച്ച് പുറത്താക്കിയത് തെറ്റായിപ്പോയി എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഓർത്തഡോക്സ് വിശ്വാസി എന്നോട് പറയുന്നത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്, അറിവില്ലാഞ്ഞിട്ടാണ്. എനിക്ക് ഉള്ളതായിട്ട് ഞാൻ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല, അവകാശപ്പെട്ടിട്ടില്ല. എപ്പോഴും എല്ലാവരിൽ നിന്നും പഠിക്കുവാൻ താല്പര്യമുള്ളൊരു പഠിതാവാണ് ഞാൻ. ആജീവനാന്തം അപ്രകാരം തന്നെ തുടരുവാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മാന്യദേഹത്തോട് കൈകൂപ്പി ചോദിച്ചു, പ്രിയപ്പെട്ട സുഹൃത്തേ, ഞാൻ എപ്രകാരമാണ് എൻ്റെ അന്ധത, അറിവ്, പൊട്ടത്തരം ഇവിടെ വിളമ്പിയത് എന്ന് ഒന്ന് വിശദീകരിച്ച് തരാമോ? അപ്പോൾ അദ്ദേഹം കുറച്ച് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു, ആകാമല്ലോ, പക്ഷേ പറഞ്ഞാൽ
അത് സ്വീകരിക്കാൻ തനിക്ക് മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടേ എന്ന് അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് താൻ വിചാരിച്ചിരിക്കുന്നത്? സഭയെപ്പറ്റി തനിക്ക് എട്ടും പൊട്ടും അറിയാമോ? അപ്പം ഞാൻ പറഞ്ഞു, സഭയെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണെന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. യേശുവിൻ്റെ മണവാട്ടിയാണ്. അപ്പം സഭയുടെ മണവാളനാണ് യേശു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. എടോ മടയാ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്. ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരാവുന്ന കാര്യങ്ങളെ അല്ല. ഇത് മനസ്സിലാക്കാൻ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ തനിക്ക് കഴിയാതെ പോയതിൽ ഞാൻ സങ്കടപ്പെടുന്നു, അല്ല ലജ്ജിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചെന്നാൽ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ? കാരണം ഈ വൈകിയ വേളയിലെങ്കിലും ഞാൻ സ്വീകരിക്കേണ്ട തിരുത്തൽ ആത്മാർത്ഥമായി ഒരു നല്ല അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വായത്തമാക്കുവാൻ എനിക്ക് അതീവമായ താല്പര്യമുണ്ട്, ആത്മാർത്ഥമായ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വേദപുസ്തകപരവും ആത്മീയവുമായ അടിസ്ഥാനം ഒന്ന് വിശദീകരിച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രയാസവുമില്ലല്ലോ, 2 മിനിറ്റ് മതി. ആ 2 മിനിറ്റ് തൻ്റെ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ 2 മിനിറ്റ് അല്ല 2000 മിനിറ്റ് ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള വളരെ വളരെ ശ്രദ്ധേയമായ സത്യങ്ങൾ പഠിക്കുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും സ്വർഗതുല്യമായ സന്തോഷമാണ് എനിക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് 2 അല്ല 20 അല്ല 200 മിനിറ്റ് എടുത്തോ 2000 മിനിറ്റ് എടുത്തോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2000 മിനിറ്റ് ഒന്നും പറഞ്ഞു നിൽക്കാവുന്ന സമയമില്ല. ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു നെടുംതൂണാണ്. അതുകൊണ്ട് സഭയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് എൻ്റെ ജോലി. നിങ്ങളെപ്പോലെയുള്ള മണ്ടൂഹങ്ങളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷേ 2 മിനിറ്റ് ഉണ്ട്. ഈ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ് തൊലയ്ക്കാമെന്നാണ്. പക്ഷേ എൻ്റെ അർത്ഥം തൊലയ്ക്കാമെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ കാത് കൂർമ്മിച്ച് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. ആദ്യം ഒരു ചോദ്യം എൻ്റെ നേരെ കല്ലെറിയുന്ന ഒരു ചോദ്യം ചോദിച്ചു. എടോ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, വായിച്ചായിട്ട് ഓർമ്മയുണ്ടേ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവിടെ സഭ സ്ഥാപിക്കുന്നതിനെ പറ്റി യേശു എന്താണ് പറഞ്ഞത്? അപ്പം ഞാൻ തലയൊന്ന് ചൊറിഞ്ഞു. ഈ നെറ്റിയിലൊന്ന് കൊട്ടി ഓർമ്മയൊന്ന് ഉണർന്നു വരാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, പത്രോസ് എന്ന പാറമേലാണ് ഈ സഭ സ്ഥാപിക്കാൻ യേശു ഉദ്ദേശിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് യേശു പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതിനുശേഷം ഇത് തിരുത്തി എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, താൻ ഓർത്തമൊക്കെ ശരിയാണ്. പത്രോസ് എന്ന പാറമേലാണ് ഇത് പണിതിരിക്കുന്നത്. IOC അങ്ങനെ തന്നെയാണ്. പത്രോസ് എന്ന പാറമേലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഞാൻ സമ്മതിച്ചു, ശരിയാണ്, പത്രോസ് എന്ന പാറമേലാണ്. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, പത്രോസിനെ പറ്റി താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു സഭയെ പത്രോസ് എന്ന പാറമേൽ പണിതത് എന്നാണ് താൻ വിചാരിച്ചിരിക്കുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, പത്രോസ് ആദ്യം ശീമോനായിരുന്നു. ശീമോന് വലിയ കെട്ടുറപ്പൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അവൻ എടുത്തിയാട്ടക്കാരനും വലിയ സ്ഥിരതയൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശു അവനെ ഒന്ന് പരുവപ്പെടുത്തി, അവനേതാണ്ടൊരു നട്ടെല്ലും നിര്യാണി ഉറപ്പുമൊക്കെ കൊടുത്തിട്ട് അവന് സ്ഥിരതയൊക്കെ വന്ന് അവനൊരു പുതിയ സൃഷ്ടിയായപ്പോൾ പറഞ്ഞു, പത്രോസേ, ശിമോനെ, നീ ഇനിമേൽ ശിമോനല്ല, നീ പത്രോസ് എന്ന് പറഞ്ഞാൽ പാറ എന്നാണ്, ഉറപ്പുള്ളവനെന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ശരിയാണ്, താൻ പറഞ്ഞത് ശരിയാണ്, തനിക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മൂളയുണ്ട് എന്നിപ്പോൾ എനിക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അതിശയിച്ചു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുർലഭമാണ്. എനിക്ക് കിട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ പത്രോസ് പാറയാകുന്ന തത്വം അതിനെപ്പറ്റി താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, പാറ എന്ന് പറഞ്ഞാൽ സ്ഥിരത എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു,
ഈ സ്ഥിരത എന്തിന്മേലാണോ സ്ഥിരത എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആകപ്പാടെ കറങ്ങിപ്പോയി. എനിക്കൊരു ഉത്തരം മുട്ടി. പിന്നെ എനിക്ക് ഒട്ടും അങ്ങോട്ട് എൻ്റെ തലച്ചോറിൻ്റെ ബത്തി തിരി കത്തുന്നില്ല. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തനിക്ക് വിവരമില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പത്രോസിനെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും അവിസ്മരണീയമായ സംഭവം എന്താണ്? അപ്പോൾ ഞാൻ തലയൊന്ന് ചൊറിഞ്ഞു, നെറ്റിയിലൊന്ന് കൊട്ടി, എന്നിട്ടും തലച്ചോറ് വേണ്ടതുപോലെ ഉണരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, വായിച്ചിട്ടുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ മുൻപിലും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് ശേഷവും വരുന്ന അതല്ല 26-ാം അധ്യായം. ഞാൻ പറഞ്ഞു, തനിക്ക് കണക്കും അറിയാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെറുപ്പത്തിൽ കല്ലുമല LP സ്കൂളിൽ പഠിച്ചപ്പോഴേ അവിടുത്തെ ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് 25 കഴിഞ്ഞാൽ 26, 26 കഴിഞ്ഞാൽ 27. അപ്പോൾ 26 എന്ന് പറഞ്ഞാൽ 25-നും 27-നും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഖ്യയാണ് 26. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ എനിക്കിടയാതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നന്നേ കുംഭകുലയ്ക്ക് ഒന്ന് ചിരിച്ച് പറഞ്ഞു, കൊള്ളാം ബലൈ ഭേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ 26-ൽ എന്താണോ എഴുതിയിരിക്കുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, 3 തവണ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എവിടെ വെച്ചാണ്? മഹാപുരോഹിതൻ്റെ കൊട്ടാരം, അതിൻ്റെ അങ്കണത്തിൽ വെച്ചാണ്, പുറമുറ്റത്ത് വെച്ചാണ് ഈ 3 തവണ തള്ളിപ്പം. മഹാപുരോഹിതനോടടുത്താൽ എന്ത് ചെയ്യേണ്ടി വരും? മഹാപുരോഹിതനോടടുത്ത് നിന്നാൽ ഒരു വ്യക്തിയുടെ കടമ എന്താണ്? ഇപ്പം പത്രോസ് യേശുവിൻ്റെ കൂടെയല്ല, മഹാപുരോഹിതൻ്റെ കൂടെയാണ്. യേശു മഹാപുരോഹിതൻ്റെ മുമ്പിൽ വിസ്താരം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു അല്ല, മഹാപുരോഹിതനാണ്. മഹാപുരോഹിതൻ്റെ മുമ്പിൽ യേശു, പാവം യേശു ആരാണ്? അപ്പോൾ മഹാപുരോഹിതൻ. അപ്പോൾ ആ സമയത്ത് പത്രോസ് എന്താണ് ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു, പത്രോസ് 3 തവണ യേശുവിനെ തള്ളിപ്പറ. അതാണ് പാറ എന്ന് പറയുന്നത്. അതായത് ഏത് സാഹചര്യത്തിലും യേശുവിനെ തള്ളിപ്പറയാൻ ദൃഢനിശ്ചയമെടുത്തിരിക്കുന്ന ആ നിശ്ചയദാർഢ്യത്തിൻ്റെ പേരാണ് പാറ എന്നുള്ളത്. പത്രോസ് എന്ന പാറ എന്ന് പറഞ്ഞാൽ, അതായത് സഭയുടെ അടിസ്ഥാനമായ പത്രോസ് എന്ന പാറ എന്ന് പറഞ്ഞാൽ, ഏത് സാഹചര്യത്തിലും ഉളുപ്പില്ലാതെ യേശുവിനെ വേണമെങ്കിൽ 3 തവണ അല്ലെ 30 തവണ തള്ളിക്കളയാനുള്ള നിശ്ചയദാർഢ്യം, അതാണ് സഭയുടെ പാറ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ അന്തം വിട്ടുപോയി. ഇങ്ങനെ ഒരു വേദശാസ്ത്രം ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പത്രോസിനെ സഭയുടെ പാറയായി, സഭയുടെ അടിത്തറയായി യേശു തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. കാരണം സഭയ്ക്ക് ഈ ലോകത്തിൽ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ കാലാകാലങ്ങളിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ സഭ വെള്ളത്തിലാകും എന്നത് യേശുവിനും അറിയാമായിരുന്നു. ആ ഒരു ചാതുര്യം മറ്റ് 11 ശിഷ്യന്മാരിലും യേശു കണ്ടില്ല. അത് പത്രോസിലാണ് കണ്ടത്. അതുകൊണ്ടാണ് പത്രോസേ, നീ പാറയാകുന്നു, ബാക്കിയുള്ളവരൊക്കെ പീറയാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഈ IOCയുടെ വേദശാസ്ത്ര നെടുന്തൂണായ ഈ മഹാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ കണ്ണ് തുറക്കുകയാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ, പിന്നെ അദ്ദേഹം ചോദിച്ചാൽ താൻ ഇനിയും പറ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ശുനകദോഷ് എടുത്ത നിലപാട് തെറ്റാണോ ശരിയാണോ? അതായത് സഭയുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി യേശുവിനെ തള്ളിപ്പറയുവാൻ ഉള്ള ഒരു ബാധ്യസ്ഥത സഭ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിരന്തരം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പാരമ്പര്യം ഇങ്ങനെ തുടർന്നു വരവേ ഒരു മണ്ടൂഹ, ഒരു ഞാഞ്ഞൂല് പറയുകയാണ്, യേശുവിൻ്റെ ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ വെച്ച് വേണം സഭയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനെ എങ്ങനെയാണ് വെച്ച് ഉറപ്പിക്കുന്നത്? അവനെ വെച്ച് ഉറപ്പിച്ചാൽ പിന്നെ സഭയായിട്ട് നിൽക്കാൻ ഒക്കുമോ? അവനെ വെച്ച് ഉറപ്പിച്ചാൽ പിന്നെ ഞങ്ങളുടെ സഭ പത്രോസ് എന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട സഭയാണെന്ന് ഞങ്ങൾക്ക് 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ ഒക്കുമോ? താൻ പറ. ഞാൻ പറഞ്ഞു, ഒക്കത്തില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓർത്തഡോക്സ് സഭയുടെ ശുനകദോസ് ചെയ്തത്
100% ശരിയാണ്. കാരണം ഇനിയും ഈ സഭ ചരിത്രത്തിൽ അവശേഷിക്കുന്നിടത്തോളം കാലം, അത് എത്ര നാളുണ്ടായിരിക്കുമെന്ന് നമുക്കറിയില്ല, അത് സൂക്ഷിച്ചോണം. പക്ഷേ ഇത് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ അടിത്തറയെന്ന് പറഞ്ഞാൽ യേശുവിനെ അവസരമനുസരിച്ച് തള്ളിപ്പറയുക. 1934 ഭരണഘടന കൊണ്ട് യേശുവിൻ്റെ പുറത്ത് അടിക്കുക. അന്ന് 2000 വർഷം മുമ്പ് യേശുവിൻ്റെ പുറത്ത് ചാട്ടവാറ് കൊണ്ടാണ് അടിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ചാട്ടവാറിൻ്റെയൊന്നും ആവശ്യമില്ല. ഈ 34 ഭരണഘടന കൊണ്ടൊരു കീച്ച് കീച്ചിയാൽ പിന്നെ യേശുവിൻ്റെ നാട് ഒടിഞ്ഞത് തന്നെ. അങ്ങനെ ഒടിച്ചു വെച്ചിരിക്കുക. പിന്നെ അതും പോരാഞ്ഞ് 2017 ജൂലൈ മാസത്തിലെ ഒരു സുപ്രീം കോടതി വിധി, അതാണ് യേശുവിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത മുൾക്കിരീടം എന്നൊക്കെ പറഞ്ഞ്, ഇല്ലേ? 2000 വർഷം മുമ്പ് അന്ന് മുൾക്കിരീടം എടുത്തു. ഇപ്പോൾ എന്താണ്? സുപ്രീം കോടതിയുടെ കിരീടം വെച്ച് കൊടുത്തു. എന്നാ പിടിച്ചു. ഇത് ന്യായമായും ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അത് മറ്റുള്ള സഭകൾക്ക് ഞങ്ങൾ അത്രയും മിടുക്കില്ലാത്തത് കൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ കൂടെ മാത്രമേ ഇങ്ങനെയുള്ള ആത്യന്തികമായ ആത്മീക നാടകങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയുള്ളൂ എന്നതുകൊണ്ട് ആധുനിക ചാട്ടവാറായ 1934 ആധുനിക മുൾക്കിരീടമായ 2017 വിധിയും കൊണ്ട് സഭ ഇങ്ങനെ ചരിത്രത്തിൻ്റെ മകുടത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഞാഞ്ഞൂര് പോലെ ഒരുത്തൻ ഒരു ചുവന്ന കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് പറയുകയാണ് യേശുവിൻ്റെ ആദർശങ്ങൾ വെച്ച് വേണം ഇത് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് സഹിക്കാനൊക്കുമോ? ഞാൻ അല്പം ഒന്ന് ആലോചിച്ചു. ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ശൂനകദോസ് എടുത്ത നടപടിയാണ് കറക്റ്റ്. ഇനിയും ഇതുപോലുള്ള അപ്രയന്മാർ തല പൊക്കത്തില്ല. തലയുള്ളവർ വളരെ ചുരുക്കമാണ്. ആർക്കെങ്കിലും തലയുണ്ടെങ്കിൽ അവിടെ തല പൊങ്ങത്തില്ല. അതെന്നേക്കുമായി ആ ഒരു പ്രശ്നം അവസാനിപ്പിച്ച് ഓർത്തഡോക്സ് സഭ അതിൻ്റെ സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നു. ഇനിയും എല്ലാവരും കൂടെ ചേർന്ന് 34 വലത് കൈ പിടിച്ചു 2017 ഇടത് കൈയിലും പിടിച്ച് ബാറയ്ക്ക് മോറോൻ എന്നൊരു ഇംഗ്ലീഷ് വാക്കും കൂടെ ഉണ്ട്. ബാറയ്ക്ക് മോറോൻ. അങ്ങനെ പറഞ്ഞ് ഈ കേരളത്തിൻ്റെ കണ്ണിൽ ഒരു അത്ഭുതാവഹമായ സാക്ഷ്യം അനന്തമായി നിലനിർത്തുവാൻ IOC-യിലെ എല്ലാ വിശ്വാസികളും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഈ മാന്യദേഹം എന്നെ അറിയിച്ചപ്പോൾ അനുതാപം കൊണ്ട് എൻ്റെ ഹൃദയം പൊടിഞ്ഞു പോവുകയും ഞാൻ കാണിച്ച മണ്ടത്തരത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി ഞാൻ ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയും ചെയ്തു. അതുകൊണ്ട് ഒരു പരസ്യമായ ക്ഷമാപണം മുട്ടുമേൽ നിന്ന് ഓർത്തഡോക്സ് സഭയുടെ അധികാരവർഗത്തോട് അറിയിക്കാനാണ് ഈ ഉള്ളവൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ബാവാ തിരുമേനിയെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഭാ മാടമ്പികളെ, നിങ്ങൾ ക്ഷമിച്ചാലും തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുക. ബാറയ്ക്ക് മോറ.